ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കുടിക്കാത്തവരും കുടിച്ചു പോകും. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനെന്താ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു ചൂടത്ത് കൂവപ്പൊടി എന്തുകൊണ്ടും നമുക്ക് നല്ലതാണെന്നുള്ളത്. എന്നാൽ കൂവപ്പൊടി വാങ്ങിക്കുമ്പോൾ നല്ലത് തന്നെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് വീട്ടിലുണ്ടാക്കുന്ന കൂവപ്പൊടിയാണ്. ഇപ്പോൾ ഹോം മെയ്ഡ് കൂവപ്പൊടികളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ള കൂവപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ കൂവപ്പൊടിയിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കലക്കി എടുത്തിട്ട് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ആവശ്യത്തിന് പാലും പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എത്രയാണോ ലൂസാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് പാലോ വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുതിർത്തെടുത്തിട്ടുള്ള കസ്കസും ചേർത്തിട്ട് ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കുടിക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ, അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ പൂവമ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.